നിങ്ങളുടെ സ്മാർട്ട് ഫോണോ ടാബ്ലറ്റോ എന്തെങ്കിലും കേട് വന്നാൽ അത് നന്നാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് കമ്പനി നമുക്ക് പറഞ്ഞു തരും. അതാണ് റിപ്പയറബിലിറ്റി ഇൻഡെക്സ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആണ് ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇതിപ്പോൾ നിയമമാവുകയാണെങ്കിൽ എല്ലാ ഇലക്ട്രോണിക്സ് കമ്പനികളും അവരുടെ ബോക്സിന്റെ മേളിൽ ഈ റിപ്പയറബിലിറ്റി ഇൻഡെക്സിന്റെ ഒരു രേഖ അടയാളപ്പെടുത്തേണ്ടി വരും. അത് നമ്മൾ കൺസ്യൂമേഴ്സ് നോക്കുമ്പോൾ വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. ബോക്സിന്റെ മേലെ ഇതൊരു QR കോഡിന്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ നമ്മൾ ഈ AC ഫ്രിഡ്ജൊക്കെ വാങ്ങുമ്പോൾ ബോക്സിന്റെ മേളിൽ ഈ സ്റ്റാർ റേറ്റിംഗ് കാണാറുണ്ട്. അതേപോലെ ആവും ചിലപ്പോൾ അടയാളപ്പെടുത്തുക. ഈ ഒരു രേഖ കൊണ്ട് നമ്മൾ വാങ്ങുന്ന എന്തൊരു ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയിക്കോട്ടെ അതിൻ്റെ റിപ്പയറബിലിറ്റിയുടെ ചാൻസസ്, അതായത് നന്നാക്കാൻ പറ്റുമോ ഇല്ലയോ, അതിൻ്റെ പ്രൈസ് എന്തൊക്കെയാണ് എല്ലാം നമുക്ക് മനസ്സിലാക്കാം. ബാറ്ററി, ഫ്രണ്ട് ക്യാമറ അസംബ്ലി, ഡിസ്പ്ലേ അസംബ്ലി, ചാർജിംഗ് പോർട്ട്, ബാക്ക് കവർ അസംബ്ലി, മെക്കാനിക് ബട്ടൺ, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ, ഹിഞ്ച് അസംബ്ലി ഓർ ഡിസ്പ്ലേ ഫോൾഡിംഗ് മെക്കാനിസം, എക്സ്റ്റേണൽ ഓഡിയോ കണക്ടർ, ഈ പറഞ്ഞ പാർട്സിൻ്റെ ഒക്കെ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ 1 to 10 ഒരു റേറ്റിംഗ്സും കൊടുത്തിട്ടുണ്ടാവും. ഈ റേറ്റിംഗ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം കേടായ ഭാഗം എത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് റിപ്പയർ ചെയ്യാമെന്ന്. നോർമലി എല്ലാ കമ്പനീസും നമുക്ക് 1 year വാറൻറ്റിയാണ് തരുന്നത്. എന്നാൽ ഈ റിപ്പയറബിലിറ്റി ഇൻഡെക്സ് വെച്ച് നമുക്ക് നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് എന്തോ ആയിക്കോട്ടെ അത് റിപ്പയർ ചെയ്യാനുള്ള സാധ്യതകളും പിന്നെ അതിൻ്റെ എത്ര എമൗണ്ട് ആവും അത് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബോക്സ് കണ്ടിട്ട് മനസ്സിലാക്കാം. ഈ ഒരു നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്?